Scholarship does not equate to wisdom when claimed as mastery. പഠിപ്പിന്റെ തികവാണ് പാണ്ഡിത്യം. പഠിക്കുന്ന മേഖലയുടെ വ്യാപ്തിക്കും പഠനത്തിനായി ഉപയോഗിക്കുന്ന സമീപനത്തിനുമൊക്കെ അനുസരിച്ച് പാണ്ഡിത്യത്തിന്റെ മികവിൽ മാറ്റം വരും. ലോക വിഷയങ്ങളിലും സങ്കേതങ്ങളിലും ലഘൂകൃതമോ പ്രത്യേകമോ ആയ പഠനം നടത്തി തികവും മികവും വന്നവരിൽ നിന്നും ലോകത്തെ മുഴുവനായും പരിഗണിക്കുന്ന ഒരു സമഗ്ര ബോധ്യം പ്രതീക്ഷിക്കാനാകില്ല. പലപ്പോഴും പണ്ഡിതർക്ക് അവരെന്നെ അംഗീകരിക്കാൻ കഴിയാതെ പോകുന്നത് അവരുടെ തികവും മികവും സമഗ്ര ബോധ്യത്തിലല്ല, പകരം പഠനത്തിൽ മാത്രമാണ് എന്നതുകൊണ്ടാണ്. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. പഠിപ്പുള്ളവരെ സമൂഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് അറിവുള്ളവര്, ഒരുപാട് ശേഷിയുള്ളവര്, ഒരുപാട് യോഗ്യതയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പേരച്ചം എന്ന് പറയും. പേരച്ചം എന്ന് വെച്ചാൽ പേരിന്റെ കൂടെ, പേരിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെയുള്ള പട്ടങ്ങളുണ്ട്. ഡോക്ടർ, ABCDEFG. ഈ പേരിന്റെ അപ്പുറത്ത് ഇങ്ങനെ ഒന്നുണ്ടാവും, അപ്പുറത്ത് അങ്ങനെ ഉണ്ടാവും. അത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് അവര് അറിവിന്റെ നിറകൂട്ടമായിട്ടാണ് നമ്മളങ്ങ് വിചാരിക്കുക. അറിവിന്റെ നിറവ് എന്ന് പറയുന്ന സമയത്ത് അറിവെന്ന് പറയുന്നത് എന്താണ്? അനുരൂപനമാണ്. അനുരൂപപ്പെടാനുള്ള ശേഷി ആർജിക്കുമ്പോഴാണ് അറിവുണ്ടെന്ന് പറയുക. അവരെന്നെ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ അവരെന്നെ എതിർക്കപ്പെടേണ്ടവരുണ്ട്. എതിർക്കപ്പെടേണ്ടവരെ എതിർക്കുക തന്നെ വേണം. പക്ഷെ സാധാരണ രീതിയിലുള്ള വ്യാപാരനെ അയാളെ അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ അനുരൂപനമല്ലല്ലോ സംഭവിക്കുന്നത്. അപ്പോ അനുരൂപനത്തിനുള്ള വകയല്ലല്ലോ പഠിപ്പിലൂടെ നേടിയത്. പഠിപ്പിലൂടെ നേടുന്ന തികഞ്ഞ ഒരവസ്ഥയുണ്ടല്ലോ. പഠനം എന്ന് വെച്ചാൽ പാഠം ഉള്ളിലേക്ക് എടുക്കലാണ്. പാഠം എന്ന് വെച്ചാൽ ടെക്സ്റ്റ് എഴുതി തയ്യാറാക്കിയ സംഭവങ്ങൾ. പാഠത്തെ ഉള്ളിലെടുക്കുന്നതാണ് പഠിപ്പ്. പഠിപ്പ് തികയ്ക്കുന്നു, അത് പൂർണ്ണമായിട്ടും പഠിക്കുന്നു. ഒരു പുസ്തകം മുഴുവനായിട്ടും പഠിക്കുന്നതാണ് ആ പുസ്തകത്തിന്മേലുള്ള പാണ്ഡിത്യം. പഠിപ്പിന്റെ തികവാണ് പാണ്ഡിത്യം. ഞാൻ പറയാറുണ്ട്, ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒരു ഇംഗ്ലീഷ് പുസ്തകം മുഴുവനായിട്ടും വായിച്ചിട്ടില്ല, ജീവിതത്തിൽ ഇതുവരെ. എന്നിട്ട് പിന്നെ ഇംഗ്ലീഷ് ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാല് അത് പാണ്ഡിത്യമല്ല, അത് പ്രാവീണ്യമാണ്. എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത്. പാണ്ഡിത്യവും പ്രാവീണ്യം വ്യത്യാസമുണ്ട്. എന്തായാലും പഠിപ്പിന്റെ തികവാണ് പാണ്ഡിത്യം. അങ്ങനെ പണ്ഡിതനെയാണ് നമ്മൾ സ്കോളർ എന്ന് പറയുന്നത്. പഠിപ്പ് തികച്ചവനെയാണ് സ്കോളർ എന്ന് പറയുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ന പുസ്തകത്തിൽ ഇത്രാമത്തെ വരിയിൽ ഇത് പറഞ്ഞിരിക്കുന്നു എന്ന് പറയാനുള്ള ശേഷിയുണ്ടാവും. അങ്ങനെ പഠിപ്പിന്റെ തികവാണ് പാണ്ഡിത്യം. പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന മേഖലയുടെ വ്യാപ്തി, പഠനത്തിനായി ഉപയോഗിക്കുന്ന സമീപനം, ഇതൊക്കെ പാണ്ഡിത്യത്തിന്റെ മികവ് മാറ്റം വരുത്തുന്നതാണ്. പഠിക്കാൻ എന്ത് രീതിയാണ് ഉപയോഗിക്കുന്നത്? സമീപനം എന്ന് പറയുമ്പോൾ നമുക്ക് പലതരം സമീപനത്തെ അറിയാം. സമഗ്രമായ സമീപനമുണ്ട്, ലഘൂകൃത സമീപനമുണ്ട്. ലഘൂകൃതം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെ വേർതിരിച്ച് ഒരു ഭാഗം മാത്രം പഠിച്ചു പോകുന്നു. സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്ന രീതി, ആ സ്പെഷ്യലൈസ് ആയിട്ടുള്ള പഠനത്തിന്റെ രീതിയുണ്ട്. ഈ ചില സങ്കേതങ്ങൾ, ചില കാര്യങ്ങളെ കുറിച്ച്, ഇപ്പോ ടിഷ്യൂ കൾച്ചർ പഠിക്കാന്നുണ്ടെങ്കിൽ ടിഷ്യൂ കൾച്ചറിൽ ഒരിക്കലും സസ്യം നാളെ വളരേണ്ടുന്ന ഒരു ടെറൈനിന്റെ പ്രത്യേകത പരിഗണിക്കേണ്ട കാര്യമില്ല. സസ്യത്തിന്റെ ധർമ്മം എന്നത് പരിഗണിക്കേണ്ട കാര്യമില്ല.
ഒരു കോശത്തിൽ നിന്നും പുതിയൊരു കോശത്തെ ഉത്പാദിപ്പിച്ചാൽ മാത്രം മതി. ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്നത് അതാണ്. അപ്പോ ആ ഒരു പഠന സങ്കേതം എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ ലെവലിൽ അത് എവിടെയാണ് നിൽക്കുന്നത്, അതിന്റെ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉൽപാദനത്തിന് വേണ്ടിയാണ് ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത്, അല്ലാതെ ചെടിയുടെ നന്മ ഉണ്ടാക്കാനോ ചെടിയുടെ വൃത്തി ഉണ്ടാക്കാനോ ഒന്നുമല്ല. അപ്പോ ആ പാഠത്തിന്റെ മേഖല, അതിന്റെ വ്യാപ്തി എത്രത്തോളം ഏരിയ കവർ ചെയ്യുന്നു, പഠനത്തിനായി ഉപയോഗിക്കുന്ന സമീപനം എന്താണ്, ഇതിനൊക്കെ അനുസരിച്ച് പാണ്ഡിത്യത്തിന്റെ മികവിൽ മാറ്റം വരും. ലോക വിഷയങ്ങളിലും സങ്കേതങ്ങളിലും ലഘൂകൃതമോ പ്രത്യേകമോ ആയ പഠനം നടത്തി തികവും മികവും വന്നവരിൽ നിന്നും ലോകത്തിന്റെ മുഴുവനും പരിഗണിക്കുന്ന സമഗ്രബോധം പ്രതീക്ഷിക്കാനാവില്ല. മുമ്പ് പറഞ്ഞത് സമീപനത്തിന്റെ ഈ ഒരു രീതിയിലൂടെ പോയി പഠിച്ചവന് അവനെ സംബന്ധിച്ചുള്ള അവന്റെ പഠന സങ്കേതം അതാണ് പാഠം, അതാണ് ലോകം. അതിനപ്പുറത്തേക്ക് ഒരു കാര്യം അവൻ അറിയില്ല. അവൻ അറിയണമെങ്കിൽ അവൻ പാഠത്തിന്റെ വെളിയിൽ യാത്ര ചെയ്തിട്ടുണ്ടാവണം. ഉണ്ടോ? നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ദർശൻ പരാതിപ്പെടുന്നു കേട്ടു. ആ കുട്ടിയുടെ ആവശ്യം എന്താണ്, കുട്ടിയുടെ താല്പര്യം എന്താണ് എന്ന് ആ കുട്ടിയെ ഗവേഷണം ചെയ്യാൻ നിയന്ത്രിക്കുന്ന അധ്യാപകന് മനസ്സിലാകുന്നില്ല. അയാൾക്ക് അറിയാൻ താല്പര്യമില്ല. അയാൾ അടിച്ചേൽപ്പിക്കും, ഞാൻ പറയുന്നത് കേട്ടാ മതി എന്ന് പറയുന്നതാണെന്ന് പറയുന്നത്. അപ്പോ ഈ പഠിക്കുന്ന ആൾക്ക് ഈ വിഷയത്തിന്റെ വെളിയിലുള്ള കാര്യങ്ങൾ അറിയില്ല, പഠിപ്പിക്കുന്ന ആൾക്ക് ഒട്ടുമില്ല, കാരണം അയാൾ വലിയ പണ്ഡിതനാണ്. അപ്പോ അങ്ങനെ ഒരാൾക്ക് ഈ പഠന മേഖലയുടെ വെളിയിലുള്ള ഒരു കാര്യം എങ്ങനെ അറിയാൻ കഴിയില്ല. കാരണം സമഗ്ര ബോധ്യം എന്നുള്ള സംഭവമില്ല. പഠിക്കുന്ന കാര്യത്തിന്റെ വെളിയിലുള്ളത് പഠിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യത്തിന്റെ തന്നെ സമഗ്രമായ ഭാവമുണ്ടല്ലോ, അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോ ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കണം. അപ്പൊ ആരോഗ്യ പ്രശ്നങ്ങളെ ചികിത്സിക്കാനുള്ള പാഠങ്ങളിലൂടെ പോയ ഒരാൾക്ക് അസുഖം വരുന്ന സമയത്ത് അയാൾ മറ്റൊരു സ്പെഷ്യലിസ്റ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെ അറിവ് പ്രോപ്പർ അല്ല എന്നുള്ളത് കൊണ്ട്. അപ്പോ അങ്ങനെയുള്ളൊരു പണ്ഡിതനിൽ നിന്നും ലോകത്തെ മുഴുവൻ പരിഗണിക്കുന്ന ഒരു സമഗ്ര ബോധ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഒന്ന്. രണ്ട്, അവരെന്നെ അംഗീകരിക്കാൻ കഴിയില്ല. മറ്റൊരാൾ അവിടെ ഉണ്ടെങ്കിലും അവരെ അംഗീകരിക്കാൻ കഴിയില്ല. അവരെ അംഗീകരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? തന്റെ പാണ്ഡിത്യം എന്നുള്ളത് പഠനത്തിൽ മാത്രമാണ്, വിഷയത്തിലല്ല, ആ മണ്ഡലത്തിലല്ല എന്നുള്ളതാണ്. ഇവിടെ ചികിത്സാശാസ്ത്രങ്ങളുടെ കാര്യം എടുക്കുക. ഒരു ചികിത്സാശാസ്ത്രമാണ് ശരി, മറ്റുള്ള എല്ലാ ചികിത്സാശാസ്ത്രങ്ങളും തെറ്റാണെന്ന് പ്രഖ്യാപിക്കുന്ന പണ്ഡിതൻ, അയാൾ പണ്ഡിതനാണ്, പേരും പേരച്ചവുമുണ്ട്, അറിവില്ല, അനുരൂപണത്തിനുള്ള ശേഷിയില്ല. ആ ഒരു വ്യക്തിയിൽ മാത്രമല്ല പറയുന്നത്, ഞാൻ ആ ഒരു മേഖലയിൽ മാത്രമല്ല പറയുന്നത്. പലപ്പോഴും പഠിച്ചു കയറിപ്പോയ പല ആളുകളും പഠിക്കാത്ത ആളുകളെ കാണുന്നത് ആ രൂപത്തിലാണ്. പഠിക്കാത്ത ആളുകളുടെ കയ്യിൽ ഒന്നുമില്ല, അവർക്ക് ശേഷിയില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഇപ്പോൾ ഒരു എഞ്ചിനീയറും ഒരു വർക്കറും ഉണ്ടെങ്കിൽ വർക്കർക്കായിരിക്കും എക്സ്പെർട്ടൈസ് ചെയ്യാനുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവുക. എഞ്ചിനീയറെ സംബന്ധിച്ചോളം പാഠം പഠിച്ചതിന്റെ യുക്തിയായിരിക്കും ഉണ്ടാവുക. ഈ യുക്തിയും ഉറപ്പായിട്ട് യുക്തി ആവശ്യമാണ്, ഞാനത് വേണ്ടെന്നല്ല പറയുന്നത്. ഈ യുക്തിയും ഈ വർക്ക്മാൻഷിപ്പ് ഉണ്ടല്ലോ, ഇത് തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. അപ്പോ സമഗ്രമായ ബോധം എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ്. യുക്തിയും വേണം, പ്രായോഗിക ജ്ഞാനവും വേണം. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് അത് ഉണ്ടാകും. അപ്പോ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാര് പേരച്ചത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. കാരണം ഒരു ഇൻഡസ്ട്രിയെ മൂവ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശ്യം. അപരനെ അംഗീകരിക്കാൻ, അപരന്റെ കാഴ്ചപ്പാട്, നിലപാട്, അതിന്റെ സ്ഥാനം, അതിന്റെ സാധ്യത, അതിന്റെ അവകാശം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ബോധ്യം വരാത്ത ഒരുത്തൻ പണ്ഡിതൻ ആണ്, നമുക്ക് അംഗീകരിക്കാം. കാരണം പാഠം പഠിച്ചവനാണ്, അവൻ അനുഭവസ്ഥനല്ല, അവൻ ജ്ഞാനിയല്ല. ഈ ബോധ്യം നമുക്കുണ്ടാകണം. ഒളിമ്പസിന്റെ പാഠങ്ങളിലൂടെ പോയി സുസ്ഥിര ജീവിതത്തെ അറിയുന്നവർ ജ്ഞാനികളാകണം, പണ്ഡിതരാവുകയല്ല വേണ്ടത്. നിങ്ങൾ ഇവിടുത്തെ നമ്മുടെ ആയിരക്കണക്കിന് ലെസണുകളുണ്ട്. ഈ ലെസണുകളിലൂടെ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് നിങ്ങൾ പാഠം പഠിച്ചു എന്ന് കരുതുമ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്നത് നിങ്ങൾക്ക് സമഗ്രജ്ഞാനം
വരുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. സമഗ്രജ്ഞാനം പറയുന്നുണ്ടെങ്കിൽ ഈ കിട്ടുന്ന കാര്യം അതാത് നിമിഷം മുതൽ ശരീരത്തിൽ പതിപ്പിക്കണം, ജീവിതത്തിൽ കൊണ്ടുവരണം, നടപ്പിലാക്കണം. ആ സമയത്ത് മാത്രമേ അത് നിങ്ങളുടെ ജ്ഞാനം ആവുകയുള്ളൂ. ജ്ഞാനപ്പെട്ടത് മാത്രമേ അനുരൂപമാവുകയുള്ളൂ. അനുരൂപപ്പെട്ടത് മാത്രമേ പരിസരവുമായി ചേർന്നിഴുകി നാം പരിസരമാണ് അല്ലെങ്കിൽ പരിസരം നാമാണ് എന്ന അവസ്ഥയിൽ നമ്മൾ നിലനിർത്തുള്ളൂ. അവിടെയാണ് നമ്മൾ ആ ഏകതാനതയുടെ ലയത്തിന്റെ യോഗത്തിന്റെ ഒരവസ്ഥയിലാവുക. ഈ യോഗാവസ്ഥയിലേക്ക് എത്തുവാൻ സുസ്ഥിര ജീവനത്തിന്റെ വഴിയിലേക്ക് വരുന്ന മുഴുവൻ ഒളിമ്പസ് പ്രവർത്തകർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.